it's me Shahana. Welcome back to my YouTube channel. ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയാലോ? പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അതിന് ആദ്യം നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ചെറുതായി നുറുക്കിയ ഇഞ്ചിയും വേപ്പിലയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് മുരിഞ്ഞ ഇഞ്ചിയും വേപ്പിലയും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. അതിനായിട്ട് നല്ലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. സെയിം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. പച്ചമുളകും വേപ്പിലയും നന്നായിട്ട് മുരിച്ചെടുക്കാം. പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. യോജിപ്പിച്ച പച്ചമുളകിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറണത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളക്കണതിന് മുമ്പ് അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരി വെച്ച ഇഞ്ചിയും വേപ്പിലയും കൂടി മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത മിശ്രിതം ഇഞ്ചിക്കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഫുള്ളിലിടരുത്, സിമ്മിലിടുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വേറെ വെള്ളം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ കുറച്ച് നമ്മുടെ മധുരവും ഇട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശർക്കര അതിലേക്ക് ശർക്കര യോജിപ്പിച്ച് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ശർക്കര നമ്മൾ യൂസ് ചെയ്യണേ. ശർക്കര ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് അത് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ആദ്യമൊന്നും ഉപ്പിട്ടിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിടണേ. ആ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലുള്ള വെള്ളം വറ്റുന്നതിനനുസരിച്ച് അത് ആ കറി നല്ല ബ്രൗൺ കളറായിട്ട് വരും. തിക്കായിട്ട് വന്നതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. തീ ഓഫാക്കാം. ഇതാണ് സ്പെഷ്യൽ ഇഞ്ചിക്കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.